അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നു. പ്രസിഡന്റ്, എന്താണ് സംഭവിച്ചത്? ഇവർക്ക് ഇന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു പഞ്ചായത്ത്, ഈ അപകട ഭീഷണി മുന്നിൽ കണ്ട്? പഞ്ചായത്ത് വളരെ ഗൗരവമായിട്ട് ഇടപെട്ട് രാവിലെ മുതൽ അവിടെ പ്രതിസന്ധിയിലായിരുന്നു. വളരെ പ്രതിസന്ധിയിലായിരുന്നു. ഒരു വലിയൊരു ഗർത്തം പോലെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ മാറ്റി താമസിക്കാൻ വേണ്ടി 25 കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഈ നമ്മൾ പറഞ്ഞ് കേൾക്കാതെ വന്ന എത്ര പേരാണ് ആ കുടുംബത്തിലുള്ളതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഒരു വീട് മുഴുവനായി മണ്ണിനടിയിലാണോ നിലവിൽ? സാഹചര്യമാണുള്ളത്. വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ അവിടെ ഉണ്ടോ, അവിടെ സ്ഥലത്തുണ്ടോ? ഏകദേശം 50 കുടുംബങ്ങളോളം രാവിലെ മുതൽ പ്രതിസന്ധിയിലാണെന്ന് പലരെയും വിളിച്ചറിയിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ വളരെ നടപടിക്രമങ്ങളും ഉണ്ടായില്ല. ഒരാള് ഞങ്ങൾ താൽക്കാലികമായി സംവിധാനം പഞ്ചായത്ത് അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു എന്നല്ല, വില്ലേജ് ഓഫീസറും വന്നു എന്നല്ലാതെ ഒരു സംവിധാനം ഒരുക്കാനോ ആരും സഹകരിച്ചില്ല എന്നുള്ളതാണ് അത് വ്യക്തമാണ്. ഒരു അധികാര വീഴ്ചയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ ഒരു മണ്ണ് ഒരു വീടിന് മുകളിൽ മുഴുവനായി ഇടിഞ്ഞു വീഴുന്ന നമുക്ക് ലഭിക്കുന്നത്, അവരെ സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? വീടിന്റെ ഉള്ളിൽ ആളുണ്ട്, ഞങ്ങളെല്ലാം പുറത്തുണ്ട്. പക്ഷെ അങ്ങോട്ട് അടുക്കാൻ വരുന്നില്ല. മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ വീടുകളിൽ നിന്ന് മാറാതിരുന്ന ഞങ്ങളത് എല്ലാ വീടുകളും ഞങ്ങൾ പോയി മാറ്റിയതാണ്. പിന്നെ വൈകിട്ട് വന്ന് അവിടെ കയറിയതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരോട് അടിയന്തരമായിട്ട് അവരെ കൂടി മാറ്റുന്നതിനുള്ള നടപടികൾ, രക്ഷിക്കുന്ന നടപടികൾ തുടരുകയാണ്. ഇവിടെ ഇപ്പൊ ഫയർഫോഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നു. എത്ര പേരുണ്ടാകും ആ വീട്ടിൽ? സിയാനസ് 2 പേരാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത് ഒരു വീട് പൂർണ്ണമായിട്ടും മണ്ണിന്റെ അടിയിലാണ്. അതിന് വീടിന് ആളുകളെ നമ്മൾ മാറ്റിയിരുന്നു. അതായത് നിലവിൽ 2 വീടുകളുടെ മുകളിലാണോ മണ്ണ് മുഴുവനായി വീണിരിക്കുന്നത്? ആ ഭാഗത്ത് ലക്ഷം വീട് കോളനിയാണ് സർ. ഏകദേശം 50ഓളം വീടുകളുള്ള പ്രദേശത്തേക്കാണ് മണ്ണിടിഞ്ഞാടിയിട്ടുള്ളത്. നിലവിൽ ഈ ഒരു വീട്ടിൽ മാത്രമാണ് ആൾതാമസം ഉണ്ടായിരുന്നത്. ഈ 2 വീടുകളിൽ മാത്രമാണ് ഇപ്പോ ആളുകൾ, അതെന്ന് കഴിഞ്ഞാൽ ആളുകൾ അവിടെ നിന്ന് മാറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വൈകിട്ട് വരെ മാറ്റിയിരുന്ന 25 കുടുംബവും ഗവൺമെന്റ് ഹൈസ്കൂളിൽ നമ്മുടെ സംവിധാനത്തിലുണ്ട്. യാതൊരു തടസ്സങ്ങളുമില്ല. അല്ലാതെ ഈ ഇവിടെ വൈകിട്ട് വന്ന് കയറിയ വീടുകളിലെ ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. നിലവിൽ ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ മണ്ണ് മാറ്റാനുള്ള ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫയർഫോഴ്സ് ഉണ്ട്. ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു മണ്ണ് കൂന് ഇടിഞ്ഞു പോന്നിരിക്കുന്നത്. വളരെ പ്രതിസന്ധിയിലാണ്. ഓക്കെ, വ്യക്തമാണ്. അതായത് ഇനിയിപ്പോൾ അപകട സാധ്യതയുള്ള ഇടത്തുള്ള ബാക്കിയുള്ള ആളുകളെ ഇപ്പോൾ തന്നെ മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓൾറെഡി നമ്മൾ 4 മണി മുതൽ 6, 7 മണി, 8 മണി വരെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ വന്ന് വീട്ടിൽ കയറിയതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അന്വേഷിച്ച് പറഞ്ഞ ചോർണം വന്നതെന്നൊക്കെയാണ്. നമ്മൾ എന്താ സംഭവം എന്ന് അറിയില്ല. അവരാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവരെ രക്ഷിക്കുന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഒരുപാട് പേര് സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ ഈ മേഖലയിലുള്ള ആളുകൾ? 25 കുടുംബം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA എത്തിയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ സമൂഹം ഒന്നും ഒരു ഗൗരവം കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിനൊരു യാഥാർത്ഥ്യം. ഈ അപകടം ഏകദേശം ഏത് സമയത്താണ് ഉണ്ടായെന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുമോ? 10 മിനിറ്റ്സ് മുമ്പ്. വെറും 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് മണ്ണ് രൂക്ഷമായിരുന്നത് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഈ വീട് മുഴുവനായി മണ്ണ് മൂടിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ ആളുകൾ താമസിക്കുന്ന വീട് മാത്രമല്ല സർ, ഈ വീട് മാത്രമല്ല, നിരവധി വീടുകളിലേക്ക് വീണു അല്ല, അത് വ്യക്തമാണ്. ഇപ്പോൾ ഈ ആളുകൾ താമസിക്കുന്ന വീട് പൂർണ്ണമായും മണ്ണ് മൂടിയ നിലയിലാണ്. പൂർണ്ണമായിട്ടും മണ്ണിന്റെ അടിയിലാണ്. പക്ഷേ സൗണ്ട് കരച്ചിൽ കേൾക്കുന്നുണ്ട്. അത് രക്ഷിക്കാനുള്ള നടപടികളുമായി ഇവിടുത്തെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. വളരെ ശ്രമം തുടരുകയാണ്. അവരുടെ ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്. ഉണ്ട്. ഓക്കെ. ഇപ്പോഴും ഫയർഫോഴ്സ് അടക്കമുള്ള ഈ നാട്ടുകാരടക്കം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പ്രതിസന്ധി, മണ്ണ് ഇപ്പോഴും അവിടെ നിന്ന് ഇടിയുകയാണെന്ന് പറയുന്നു. ഇപ്പോഴും അതുപോലെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വലിയൊരു റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നാഷണൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വലിയൊരു ഗർത്തം ഒരു ഉച്ചയായപ്പോൾ രൂപപ്പെട്ടു. ആ ഗർത്തം രൂപപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് ആളുകളെ മുഴുവൻ മാറ്റി താമസിക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. പക്ഷേ ആ ഗർത്തം മുഴുവൻ ഇടിഞ്ഞു പോകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പൊ മൊത്തം ഇരുട്ടും കറണ്ടൊക്കെ പോയി, പോസ്റ്റ് മറിഞ്ഞു, അങ്ങനെയൊക്കെ ആവാൻ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു വീട് ഉള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നമ്മൾ തുടരുന്നത്. ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ദുരന്ത നിവാരണ സേന അടക്കമൊക്കെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് മുതൽ ബന്ധപ്പെടുന്നതാണ്.
ഗവൺമെന്റ് അല്ല, ഈ തൽസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒടുക്കം ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവിടെ? ഇല്ല. ഇപ്പൊ ഇടുക്കി MP ഇപ്പൊ വിളിച്ചിരുന്നു, ഡീൻ കുര്യാക്കോസ് ഇപ്പൊ വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തന സേന സജ്ജമാണ്. ഇത് മതിയോ നിലവിൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനം? ഇതൊന്നും ആവില്ല, ഒരു സാഹചര്യവും ഇല്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ട് ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം അതേ വേഗത്തിൽ നിന്ന് തുടരുക, പരമാവധി സന്നാഹങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ, നീക്കുപോക്കുകൾ ഉണ്ടാക്കുക. എന്തായാലും അവരുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ച് നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.